അയ്യേ ചേച്ചി കൂടെ നോക്ക് ചേച്ചിപ്പാ സ്വത്ത് മണ്ണി അത് സ്വത്ത് മണ്ണി. ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വിനീഷേണ്ണും മാതൃഷേണ്ണും ഒക്കെ മലയ്ക്ക് പോയതിൻ്റെ പിറ്റേ ദിവസത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. എട്ടുന്നറിയും വിളക്കൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അമ്മയ്ക്ക് നൈസായിട്ട് പനി പിടിച്ചു കേട്ടോ. അപ്പം അമ്മ അവിടെ സൈഡായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് ചേച്ചി തന്നെയാണ് കേട്ടോ. അവൾ തേജ പിന്നെ ബാത്റൂമിൽ ഇരുത്തിയിട്ട് പിന്നെ നേരെ അടുക്കളയ്ക്ക് പോകുന്നതാ കേട്ടോ. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ ഉപ്പേരി, പിന്നെ ഗ്രീൻ ബീൻസ് കറി, സോയാബീൻ ഒക്കെ ഏറെക്കുറെ എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. തേജപ്പിന് ഇന്ന് ക്ലാസ് ഉണ്ടല്ലോ, അപ്പോൾ അവന് പോകുമ്പോഴേക്കും എല്ലാ സംഭവം സെറ്റാക്കണ്ടേ. അപ്പോൾ അവള് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ പണി ആകെ ഈ സോയാബീൻ ഇളക്കലായിരുന്നു കേട്ടോ. അവള് ഉണ്ണിനെ കുളിപ്പിക്കാൻ പോയപ്പോൾ പിന്നെ സോയാബീൻ ഇളക്കേണ്ട കാര്യമൊക്കെ എൻ്റെ ഏൽപ്പിച്ചിട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ അവൾ വന്നപ്പോൾ വീണ്ടും എൻ്റെ വാങ്ങിച്ച് ചേച്ചി തന്നെയായിട്ട് എല്ലാതും ചെയ്തത്. അങ്ങനെ സോയാബീൻ വറുത്തതും പിന്നെ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരിയാണ് നമ്മുടെ തേജപ്പിന് ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും കുളിക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. തേജപ്പിന് അപ്പുറത്ത് ബാത്റൂമിൽ കുളിക്കുമ്പോൾ ഞാൻ പോയിട്ട് ഇപ്പുറത്തെ ബാത്റൂമിൽ പോയിട്ട് വേഗം കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇത് കുളിക്കാൻ വേണ്ടിയിട്ട് വെറുതെ കണ്ണാടിയിലൊക്കെ നോക്കി നിൽക്കാം കേട്ടോ. ഞാൻ അകത്ത് അടിച്ച് എൻ്റെ മുഖമൊക്കെ ഒന്ന് പിടിച്ചു നോക്കുകയാണ്. അങ്ങനെ എൻ്റെ കുളി കഴിഞ്ഞു, നമ്മുടെ തേജാപ്പിയുടെയും കുളി കഴിഞ്ഞു. അവനെ ഇതേ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ചേച്ചി പുറപ്പെടുപ്പിക്കാം കേട്ടോ. ക്രീമും പൗഡറൊക്കെ ഇടിപ്പിച്ച് അവനെ ഇതേ റെഡിയാക്കി എടുക്കാനുണ്ടോ. വീട്ടിൽ ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവനെ ക്ലാസ്സിൽ പോകാൻ ചെറിയൊരു മടിയൊക്കെ ഉണ്ട്. എന്നാലും അവനെ അവിടെ പോയിട്ടോ. അങ്ങനെ അവനെ ഇതാ ചേച്ചി ആക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ അവനെ ബസ് കഴിഞ്ഞങ്ങ് വീടിൻ്റെ കുറച്ച് ഫ്രണ്ടോട്ട് അങ്ങോട്ട് നടക്കണം കേട്ടോ. അപ്പോൾ അങ്ങോട്ട് വേണ്ടിയിട്ട് നടക്കാണ്. അപ്പോൾ പോകുമ്പോൾ ചിരിച്ച് കളിച്ച് ടാറ്റൊക്കെ തന്ന് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പോകുമ്പോൾ എനിക്കും അമ്മയ്ക്കും ഒരു വിഷമം എന്തോ പോലെ. അവൻ പോയി കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ വീട് എന്തോ ഒരു പോലെയോ കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരം തേജപ്പിനൊക്കെ യാത്രയാക്കണമെന്ന് നോക്കിയിട്ട് ഉമ്മറത്ത് അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് എന്തോ ഒരു ബാഡ് സ്മെല്ല് എടുത്തപ്പോഴാണ് ഞാനും അമ്മ അടുക്കളയിൽ പോയി. അപ്പോൾ പുട്ട് നൈസായിട്ട് അടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവള് പുട്ട് ഇങ്ങനെ ഗ്യാസ് കുറച്ച് വെച്ചിട്ടേ ആവിക്ക് വെച്ച് പോയിട്ടുണ്ടായിരുന്നു. അതിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് ആ പുട്ടാകെ എന്തോ ഒരു സ്മെല്ല് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ അതൊക്കെ മാറ്റിയിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഗ്രീൻ ബീൻസും പിന്നെ പുട്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. അവളിപ്പോൾ കഴിക്കണില്ല, അവൾക്ക് വിശക്കണില്ല പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിരുന്നു. അപ്പോൾ അമ്മ അത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അമ്മ അതിനെ എന്തോ ചെയ്ത് നടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അച്ഛനെ ഉറങ്ങി എനിക്ക് കഴിഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റിൻ്റെ ഉള്ളിൽ ഫുഡ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ആകെ മേലും കൈയും കുഴയും കേട്ടോ. അങ്ങനെ ഞാനത് ചായ കുടിക്കുമ്പോൾ ചേച്ചി ഇത് അടിച്ചോരുണ്ട്, അമ്മ ഇത് അവളായിട്ട് വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം അങ്ങനെ പോയിട്ടോ. അപ്പോൾ എൻ്റെ ചായ കുടി കഴിഞ്ഞു കേട്ടോ. ചായ കുടി കഴിഞ്ഞു. മുടി നനച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഉണക്കി. പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനോടുണ്ട്. കെട്ടുന്നറയുടെ ഒന്നും ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ നൈസായിട്ട് വാതിലൊക്കെ അടച്ച് ഇവിടെ ഇരിക്കാം കേട്ടോ. ഇനി എന്തായാലും എഡിറ്റ് ചെയ്തിട്ടുള്ള വ്ളോഗ് ഞാൻ എടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്തിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വാതിൽ ഇവർ തുറക്കൂട്ടോ. അമ്മയോ അല്ലെങ്കിൽ ചേച്ചി വന്നിട്ട് ഒന്നിലും കടിച്ചോരാൻ. അതിൻ്റെ ഇടയിൽ നമ്മൾ കുളിക്കാൻ പോകേണ്ടത് കാരണം എൻ്റെ എഡിറ്റിങ് അങ്ങോട്ട് ഫ്ലുവൻ്റ് ആയിട്ട് നടക്കില്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വെച്ച് കഴിഞ്ഞു വെച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ ക്ലിപ്പ്, ഇവിടെ ക്ലിപ്പ് വെച്ച് ഏത് വഴിക്കാണ് പോണേന്ന് നമുക്കറിയില്ല കേട്ടോ. അമ്മ ഇപ്പം അമ്മയുടെ ക്ലിപ്പ് തപ്പിക്കൊണ്ട് നടക്കാണ് കേട്ടോ. കാരണം ഇവിടെ എന്താ സംഭവം അറിയില്ല. നമ്മളെല്ലാവരും ക്ലിപ്പ് ഊരി വയ്ക്കുക നമ്മുടെ മിററിൻ്റെ അവിടെയാണ് കേട്ടോ. അവിടെ വെച്ച് കഴിഞ്ഞു വെച്ചെങ്കിൽ ഒരു 10 മിനിറ്റേ വേണ്ടു. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ആ സാധനം അവിടെ ഉണ്ടാവില്ല. എങ്ങട്ടാ പോണേ എവിടേക്കാന്നൊന്നും നമുക്ക് അറിയില്ല. പിന്നെ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ആ സംഭവം തിരിച്ചു കിട്ടും ചെയ്യട്ടോ. ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അമ്മ നമ്മുടെ സാധനങ്ങളൊക്കെ ഇനി ഇത് ഇവിടുന്ന് ആരും എടുത്തോണ്ടോവല്ലേ പറഞ്ഞിട്ട് അമ്മ ഒക്കെ അമ്മയുടെ ബാഗിലാക്കി വെക്കാൻ കേട്ടോ. എന്നാലും അമ്മയുടെ എന്തെങ്കിലുമൊക്കെ കാണാതെയാവും. അങ്ങനെ അമ്മയുടെ കുളിക്ക് കഴിഞ്ഞപ്പോൾ അമ്മ തല നനച്ചില്ല കേട്ടോ. അമ്മയ്ക്ക് പനിയുണ്ട്. അപ്പം അമ്മ മേല് മാത്രം കഴുകിയിട്ട് ഇതേ അമ്മ നമ്മുടെ പോൺസിൻ്റെ ക്രീമൊക്കെ എടുത്ത് പരട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. അങ്ങനെ അതിന് ശേഷം അമ്മ എനിക്ക് ഇളനീരൊക്കെ വെട്ടി തന്നു കേട്ടോ. അപ്പോൾ അതിരുന്ന് കുടിച്ചു. ഈ ഇളനീര് കുടിക്കുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. ഇത് അച്ഛൻ കുറച്ച് മൂത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നൈസായിട്ട് കള്ളിൻ്റെ ഒക്കെ ഒരു ചൊയ പോലെ എടുത്ത പോലെ തോന്നിയിട്ടാ. എന്നാലും ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ കുടിച്ചു കേട്ടോ. പിന്നെ ഇത് അമ്മ ഇളനീരിൻ്റെ കാമ്പ് കൊടുന്നു കേട്ടോ. അപ്പോൾ അതിൽ ചിലതൊക്കെ ഇങ്ങനെ മൂത്തിട്ടുണ്ട്, ചിലതൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. അങ്ങനെ കുറേ നേരം TV ഒക്കെ കണ്ട് അങ്ങനെ കിടന്നു കേട്ടോ. അവിടെ ചേച്ചി എഡിറ്റ് ചെയ്യാനൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ ഞാൻ അമ്മയും കൂടിയിട്ട് ഫുഡ് കഴിച്ചു. ചേച്ചിക്ക് ഇപ്പോൾ ഫുഡ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ റെമോ സിനിമ ഞാനിതേ TV യിലൊക്കെ വെച്ചിട്ട് ഞാനും അമ്മയും ബീട്രൂട്ട് ഉപ്പേരിയും അതുപോലെ സോയാബീൻ വറുത്തത് പിന്നെ പച്ചമുളക് വറുത്തത് കൂട്ടിയിട്ട് ചോറിനാണ് കേട്ടോ. അങ്ങനെ ഒരു 4:30 ആയപ്പോഴേക്കും നമ്മുടെ തേജാപ്പി എത്തിയിട്ടുണ്ട്. അതുപോലെ റോട്ടൂടെ പോയി നമ്മള് ഞാൻ സ്കൂളിലേക്ക് വരുന്ന അച്ഛൻ നാളെ വരിക. നാളെയോ? എന്താ കൊറേ ദിവസം ഉണ്ടല്ലേ? നാളെ വരും. പിന്നെ അച്ഛ പോയി ഇന്നലെ പോയേ. ഇന്നലെ പോയിട്ടുണ്ട്. നാളെ പോയിരുന്നേ. കൊറേ ദിവസം ഉണ്ടല്ലോ വരാ. 2 മാസം 3 മാസം 10 ദിവസം.
തേജാപ്പിയുടെ കുളിയൊക്കെ കഴിഞ്ഞ് അവന് ക്ലാസ് വിട്ട് വന്ന് ഇന്നത് വേണം അങ്ങനെയൊന്നും ഇല്ല കേട്ടാ. എന്താ കയ്യിൽ കിട്ടിയെച്ചെങ്കിൽ അത് എടുത്ത് കഴിക്കൂട്ടാ. ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ചേട്ടന്മാർ ഇത് കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇവരോടൊപ്പം കളിക്കാൻ പോവും. കളിക്കാൻ പോയാലും കുറച്ച് കഴിഞ്ഞ് ഇങ്ങടെ തന്നെ എത്തൂട്ടാ. പുള്ളിക്കാരന് പിണങ്ങാൻ അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് പിണങ്ങിയിട്ട് ഇങ്ങടെ തന്നെ എത്തും. പിന്നെ ഇതാ കുട്ടികൾ വന്ന് കൂട്ടാനൊക്കെ വരും, അവൻ പോവില്ല കേട്ടോ. അങ്ങനെ ഇതേ ചേച്ചി അവന് നെഗൊക്കെ വെട്ടി കൊടുക്കേണ്ട നോലുമ്പായ കാരണം നെഗൊന്നും വെട്ടാൻ പറ്റിയിരുന്നില്ല. അപ്പം അമ്മ ഇത് ചായ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ചായക്ക് മറ്റേ നമ്മുടെ അച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് അവിടെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ചേച്ചി ഇത് വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. സുണ്ടാപ്പിയേ പിന്നെ നാളെ പുലർച്ചയ്ക്ക് ആദർശേട്ടനും വിനീഷേട്ടനും എല്ലാവരും മലയ്ക്ക് പോയി എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചേച്ചി ഇതേ കടയ്ക്ക് പോകാൻ കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ഇതിപ്പോൾ പോയ പോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് എത്തും കേട്ടോ. അങ്ങനെ ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇതേ എത്തിയിട്ടോ. അപ്പോൾ തേജപ്പൻ ആ ഗ്യാപ്പിൽ അവളെ ഇല്ലാത്ത സമയത്ത് വെള്ളത്തിൽ കളിക്കാനുണ്ടോ പൈപ്പ് തുറന്നിട്ടിട്ട് അവൾ ചെടി നനയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അവൻ മാക്സിമം അത് മുതലെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനും ഇതേ വർത്താനൊക്കെ പറഞ്ഞ് ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. നല്ല ഇവളുടെ ഉമ്മറത്ത് ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് ഉമ്മർത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മാമ്മയും മോനും കൂടിയിട്ട് ഇരുന്ന് കളിക്കാൻ കേട്ടോ. തേജപ്പന് അവൻ്റെ ഒപ്പം ആരെങ്കിലുമൊക്കെ കളിക്കാൻ കിട്ടിയ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അമ്മയും അച്ഛൻ പിന്നെ എല്ലാത്തിനും നിന്ന് കൊടുക്കും ചെയ്യും കളിക്കാൻ വേണ്ടിയിട്ട്. രണ്ടുപേരുടെയും ഇടയ്ക്കത്തെ കളി കാണുമ്പോൾ എന്ത് പൊട്ടത്തരം എവിടെ കാണിക്കണേന്ന് നമുക്ക് തോന്നൂട്ടാ. അങ്ങനെ ഇത് കളിയൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ മേലെ അഴുകിയിട്ട് കിടന്നുട്ടാ. എന്തായാലും പുലർച്ചെ ആവുമ്പോഴാണ് ആദർശനം വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് ഉറക്കം വന്നപ്പോൾ ഞാൻ കിടന്നുട്ടാ. രാവിലെ എനിക്ക് നോക്കുമ്പോൾ ഒരാൾ ഇതേ സോഫയിൽ കിടക്കുന്നുണ്ട്. വിനീഷേട്ടനൊക്കെ നല്ല ഉറക്കാണ് കേട്ടോ. ഇപ്പുറത്തെ റൂമിൽ പൊന്നൂസും പിന്നെ വിഷ്ണു ചേട്ടനും കിടക്കുന്നുണ്ട്. ഇവരൊക്കെ ഭയങ്കര ക്ഷീണത്തിൽ കിടന്നുറങ്ങാട്ടോ. ആദർശായിട്ട് ഇവരെക്കാളും മുന്നേ എനിക്ക് അതുപോലെ തന്നെ എന്നെ എനിപ്പിക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ ശബരിമലയിൽ പോയതിന്റെ സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടോ. അപ്പൊ എന്നെയും വിളിച്ചിട്ടുണ്ടായി. അപ്പൊ കാർന്നത് ഓരോ സാധനങ്ങളായിട്ട് എടുക്കാനുണ്ടോ. അപ്പൊ നടക്കണത് വേറെ ഒന്നും വിചാരിക്കണ്ട. ഈ ബേബി മെറ്റലിന്റെ മുകളിൽ കൂടെ നടക്കുമ്പോഴേ കാല് നന്നായി വേദന. ഇവൾക്ക് കുറച്ച് ഭക്തി കൂടിയോണ്ട് ആദർശായിട്ട് ഇവൾക്ക് മറ്റു ഗണപതിയുടെ ഒരു ചെറിയ പ്രതിമയായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കും ദൃശ്യച്ചിക്കും ഓരോ കമ്മലായിരുന്നു കേട്ടോ. അങ്ങനെ ദേ ഇവള് അവളുടെ സ്വാമി ഫോട്ടോന്റെ അവിടെ ഗണപതിയുടെ പ്രതിമയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് മലയ്ക്ക് പോയതിന്റെ ഓരോ വിശേഷങ്ങൾ ഇരുന്ന് എൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ ഇരുന്ന് പറയാൻ കേട്ടോ. അമ്മ അവിടെ എന്തോ ചായക്കട എന്തൊക്കെയോ റെഡിയാക്കേണ്ട തിരക്കിലാണ്. ആദർശേട്ടൻ്റെ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ എനർജറ്റിക് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വീട്ടിലെത്തിയിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും കുറച്ച് ശേഷം പനിക്കുക അങ്ങനത്തെ ഒക്കെ തുടങ്ങി കേട്ടോ. ചേച്ചി അച്ഛൻ തേജപ്പൻ്റെ കൊണ്ടുപോകേണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യായിരുന്നു. തേജപ്പൻ നനിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെതായ തിക്കും തിരക്കിലാണ് അവൾ കേട്ടോ. അവളുടെ മേത്ത് ഭദ്രക്കാളി കയറിയൊക്കെയായിരുന്നു. ഇവനച്ഛൻ ചായ കുടിക്കാൻ വേണ്ടി ഇരുത്തിയിട്ട് പതുക്കെ കഴിക്കുക. ബസ് വരാറും ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകേണ്ട തിക്കും തിരക്കിലാണ് ഇവിടെ. ഓരോ സാധനങ്ങൾ എവിടെയാ ചോദിക്കുമ്പോൾ തേജു ആവോ എന്തേ ഇവൾക്കച്ചങ്ങ് ദേഷ്യം പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഏറെക്കുറെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദർശേട്ടനും അമ്മയൊക്കെ അങ്ങനെ നോക്കി നിൽക്കട്ടെ. പാവം തേജു പെട്ടത്. തേജുവിന് ഇപ്പോൾ അവിടെ നിന്ന് എനിറ്റില്ലെങ്കിൽ അവിടെ നിന്ന് പൊട്ടും. അങ്ങനെ തേജു വേഗം അവിടെ നിന്ന് എനിക്ക് വന്ന് വേഗം ചായ കുടിയൊക്കെ തീർത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനും ആദർശേട്ടനും ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ബാക്കി ആരും എനിട്ടിട്ടില്ല. പൊന്നൂസൊക്കെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വിചാരിച്ചിട്ട് ഇഡ്ഡലിയും അതുപോലെ തന്നെ ചമ്മന്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ തേജപ്പൻ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. ഓരോ സാധനങ്ങൾ എവിടെ ചോദിക്കുമ്പോൾ ഇവൻ അറിയണില്ലേ ഇവൻ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു കളിയിലാണ്. ബസ് ഇപ്പോൾ വരികയും ചെയ്യും. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. പിന്നെ അവന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രസാദമൊക്കെ വെച്ചു. അതിൻ്റെ ഒരു പൊലിവിലാണ് കേട്ടോ പോണത്. അവന് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിലത്തെ പിള്ളേർക്ക് പായസം കൊണ്ടു കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ തേജപ്പം പോയി ഞങ്ങളിത് ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. തേജപ്പൻ്റെ വണ്ടി ഇങ്ങനെ മുറ്റത്ത് കൂടെ പോവും. മാമിയും പാപ്പനും പോവരുത് ഞാൻ ഇങ്ങനെ ടാറ്റ തരാമെന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൻ്റെ ബസ്സൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ചേച്ചി ചെടി നനയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആദർശേൻ്റെ കാറിൽ ജസ്റ്റ് ഇങ്ങനെ വെള്ളം ഒഴിച്ചിടായിരുന്നു. അതിൽ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അവളിത് കഴുകാൻ വേണ്ടി നിൽക്കണം. അത് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു കേട്ടോ അമ്മ കഴുകാൻ വേണ്ടിയിട്ട് എന്തായാലും ഇറങ്ങാം, അതിൽ നിറച്ച് പൊടി പിടിച്ചേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഉമ്മർത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ അമ്മ ഇറങ്ങിയിട്ടോ കാറ് കഴുകാൻ വേണ്ടിയിട്ട്. ആദർശേൻ്റെ കാറ് ബൈക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്ര പ്രാന്താണ് കേട്ടോ. പക്ഷെ അതിങ്ങനെ ക്ലീൻ ചെയ്ത് കൊണ്ടു നടക്കാൻ നമ്മൾ ആരെങ്കിലുമൊക്കെ പിന്നാലെ വേണം. ഞങ്ങളുടെയൊക്കെ കല്യാണത്തിന് മുന്നേ റീനമ്മയ്ക്ക് ഞങ്ങളുടെ അച്ഛൻ്റെ എപ്പോഴും ചീത്ത കേൾക്കുന്ന ഒരു കാര്യമായിരുന്നു ആദർശേൻ്റെ കാറ് കഴുകി കൊടുക്കണേന്. ഫുൾ ടൈം അമ്മ തന്നെയായിട്ട് കാറ് കഴുകാറ്. അവൻ്റെ വണ്ടി അവനാ കഴുകണ്ടേന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് നല്ല ചീത്ത കേട്ടായിരുന്നു എന്ന്. പിന്നെ കല്യാണത്തിന് ശേഷം പിന്നെ ഞാനും കഴുകി കൊടുക്കൂട്ടെ കാറൊക്കെ. അത് കഴിഞ്ഞിട്ട് മലയ്ക്ക് പോയി വന്നതല്ല, നേരെ ഞാനിത് നഖം വെട്ടാൻ വേണ്ടി പിടിച്ചിരുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞു വെച്ചാൽ നെയിൽ കട്ടർ കാണാലി അത് കാണാലി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നടക്കൂട്ടെ. അങ്ങനെ പൊന്നൂസും മെഞ്ചപ്പം നഖം വെട്ടാൻ വേണ്ടി ഇരുന്നുട്ടോ. അപ്പൊ അവന്റെ താടി അവൻ തന്നെ ഡ്രിമ്മർ വെച്ച് എടുത്തു കേട്ടാ. അത് ആദർശേട്ടന് കാണിച്ചു കൊടുത്ത. ആദർശേട്ടൻ എടുക്കണ്ട, ആദർശേട്ടൻ പാർലർക്ക് എടുത്താൽ വേണ്ടിട്ടാ.
ആദർശാന്റെ കയ്യിൽ ഡ്രിമ്മർ കിട്ടിയ പിന്നെ അതുമ്മ കളിച്ച് ആകെ കൊളാക്കി വെക്കൂട്ടോ. അപ്പൊ ഞാൻ ആദർശാന്റെ അടുത്ത് പറയണ്ട, ആദർശാന്റെ സോയ എടുക്കണ്ട പറഞ്ഞ പോലെ നിമിഷ നേരം കൊണ്ട് ഡ്രിമ്മർ കയ്യിൽ കിട്ടിയപ്പോ ഇതേ താടിയും എന്തൊക്കെയോ ചെയ്ത് ഒരു വൃത്തില്ലാതെ ആക്കി വെച്ചുട്ടാ. അങ്ങനെ ഇതേ പിന്നെ അത് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ഭംഗിയില്ല ആദർശം ഒന്നും കൂടി കട്ടി ഉറക്കി. അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവാറ്. ഇതുമ്മ കളിച്ച് ലാസ്റ്റ് ഒരുമാതിരി ലുക്കാക്കി വെക്കൂട്ടാ. ഞാൻ പൊന്നൂസിന്റെ അടുത്ത് മുന്നേ പറഞ്ഞത് അതിന്റെ കയ്യിൽ ഡ്രിമ്മർ കൊടുക്കലേ ആകെ കൊളാക്കുന്നു. ഇനി കല്യാണമൊക്കെ വരാൻ പോലെ അപ്പൊ എന്തായാലും താടി മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്ത് സെറ്റ് ആക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൽക്കണ്ടായിരുന്നേ. അങ്ങനെ ആദർശയുടെ അവിടെ മുടി സെറ്റ് ആക്കുന്നുണ്ട്. അമ്മ അതേ പൊന്നൂസിന് ചായ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഓരോരുത്തരായിട്ട് എനിക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് വരുന്നവർക്ക് വേഗം ചായ കൊടുക്കാം കേട്ടോ. അങ്ങനെ ആദർശേട്ടൻ താടി ഫുൾ അങ്ങോട്ട് എടുത്തോട്ട് എന്തോ ഒരു രൂപമായിട്ട് ഇനി മുടിയൊക്കെ വെട്ടിയാലാണ് കുറച്ചും കൂടി വൃത്തിയാവുള്ളൂ കേട്ടോ. അങ്ങനെ കയ്യിൽ ഡ്രിമ്മർ കിട്ടിയപ്പോൾ അങ്ങനെ എടുത്തതായിരുന്നു. അങ്ങനെ ഇതേ വിഷ്ണുവേട്ടനും എനിക്കും ആള് കുളിച്ച് ചായ കുടിക്കാൻ നിൽക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോൾ ചെയ്തിട്ട് ഇങ്ങനെ കളിയാക്കിയോണ്ട് നിൽക്കാൻ കേട്ടോ. ആദർശേട്ടനെ നോക്ക് ഇപ്പം ആകെ മാറിയില്ല, ആൾ ഇനി മുടിയും കൂടി വെട്ടി സെറ്റായി ചെങ്ങനെ കുറച്ചുകൂടി വൃത്തിയാവും. പിന്നെ ഇത് എല്ലാവരുമായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് കുറേ നേരം ഇങ്ങനെ അടുക്കളയിലൊക്കെ നിന്ന് ഇതാക്കാണ്ട് നമുക്ക് ഇനി പോകണം. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു, ഇനി തിരിച്ച് വീട്ടിൽ പോകണം. അപ്പം അതിന് മുന്നേ മാമൻ്റെ വീട്ടിലേക്ക് പ്രസാദം കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ പിന്നെ ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മ രാവിലെ തൊട്ടേ പറയുന്നുട്ടോ വേഗം വീട്ടിൽ പോവാന്ന്. പിന്നെ നമ്മളങ്ങനെ അങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞ് നിന്ന് ആയമ്പാടി ഇറങ്ങുമ്പോൾ ഏതാണ്ട് ഒരു സമയമായിട്ടുണ്ടായിരുന്നു. പൊന്നൂസ് ഇത് വിനീഷേട്ടൻ്റെ മറ്റേ ജിമ്മിലത്തെ സംഭവമൊക്കെ എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതപ്പോഴേക്ക് അമ്മ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾക്ക് ഇനി കാറിൽ കയറ്റണം. പിന്നെ അമ്മ ഇനി മാക്സി ഒന്നും മാറ്റണില്ല, ചുരിദാറൊന്നും എടുത്തിടണില്ല, മാക്സി തന്നെ ഇട്ടിട്ട് വരിക, എന്തായാലും കാറിലല്ലേ പറഞ്ഞിട്ട് അങ്ങനെ പോന്നു കേട്ടോ. പിന്നെ ഓരോ സംഭവങ്ങളായിട്ട് എടുത്തിട്ട് ഇത് കാറിലേക്ക് എടുത്ത് വെക്കുകയാണ്. അങ്ങനെ മാമൻ്റെ അവിടേക്ക് എത്താറായപ്പോഴാണ് റോട്ടിൽ മാമനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മാമനെയും കൂട്ടിയിട്ട് നമ്മളിതേ മാമൻ നമ്മുടെ കാറിൻ്റെ ബാക്കിലുണ്ട്. എനിക്ക് എൻ്റെ തല കാരണം മാമനെ കാണാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഇതേ മാമൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പൊന്നൂസ് വന്നിട്ടില്ല കേട്ടോ. പൊന്നൂസ് അവിടെ കുളിച്ച് മാറ്റി നിൽക്കാം, നമ്മൾ പ്രസാദം കൊണ്ടുമ്പോൾ അവനെയും കൂട്ടിയിട്ട് അങ്ങനെ പോവാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ നല്ല രസമാണ് കേട്ടോ, പാടും തോടും ഭയങ്കര വൈബാണ്. അപ്പോൾ വിനീഷേൻ്റെ വീട് ഇതേ ഈ കാണുന്നത് കേട്ടോ, വിനീഷേൻ്റെ വീട്. അപ്പോൾ വിനീഷേൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മാമൻ്റെയും വീട് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ വീടിൻ്റെ പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല. നമുക്ക് വേഗം വീട്ടിൽ പോകേണ്ട ഒരു തിരക്കുണ്ടായിരുന്നുണ്ട്. അപ്പം നമ്മൾ വേഗം മാമൻ്റെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. ചേട്ടൻ്റെ വീണ്ടും ഉമ്മർത്തിരുന്ന് നോക്കിയാൽ തന്നെ മാമൻ്റെ വീട് കാണാം കേട്ടോ. അതായത് കണ്ടോ, കാണുന്നതാണ് ഞങ്ങളുടെ മാമൻ്റെ വീട് കേട്ടോ. അപ്പം ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങോട്ട് വരണേ. അപ്പം അമ്മമ്മ ഇവിടെ ഉണ്ട്. അപ്പം അമ്മമ്മയ്ക്കും പിന്നെ മാമനും അമ്മായിക്കൊക്കെ പ്രസാദം കൊടുത്തിട്ട് നമുക്ക് എന്തായാലും ഇനി തിരിച്ച് വീട്ടിൽ പോകണം. അങ്ങനെ ഇതാ നമ്മൾ കയറി അമ്മായി ഇതേ ഞങ്ങൾക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ. അപ്പോൾ ശ്യാമ് ഇത് എണിച്ചിട്ട് മാമൻ്റെ മോനുണ്ടോ, അത് എണിച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ കുറേ നേരം ഒന്നുമില്ല, കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞു നിന്നു. അങ്ങനെ ഇത് നമ്മുടെ അമ്മാമ്മയൊക്കെ വന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ട് ഈ ഒരു പട്ടിക്കുട്ടി കേട്ടോ. അപ്പോൾ ആദർശേട്ടൻ അതിനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കാട്ടോ. ഇവൻ്റെ രണ്ട് കണ്ണും രണ്ട് സൈസാണ്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മൾ അധികം നേരമൊന്നും മാമൻ്റെ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഇതേ പൊന്നൂസ് ജസ്റ്റ് റോഡിൻ്റെ മുകളിലേക്ക് കയറി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വരണ വഴിക്ക് അവനെയും കൂട്ടിയിട്ട് പോവല്ലേ വേണ്ടു. അങ്ങനെ പൊന്നൂസ് എത്തി അവൻ്റെ ബാഗും സാധനങ്ങളൊക്കെ കൈ പിടിച്ചിട്ട് കേട്ടോ. അങ്ങനെ നമ്മളിനി നേരെ വീട്ടിലേക്ക് പോവുക. അപ്പോൾ അത് വിഷ്ണു ചേട്ടനാണ് അവനെ റോട്ടിക്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ചേട്ടൻ്റെ അടുത്തൊക്കെ ബായൊക്കെ പറഞ്ഞ് നമ്മൾ ഇതേ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ വിഷ്ണുവിന്റെ കല്യാണം
കല്യാണത്തിന് വരണ്ട്. അപ്പൊ ഞങ്ങൾ പോകുമ്പോ വീണ്ടും ചേച്ചിയുടെ വീടിന്റെ ഫ്രണ്ട് കൂടി തന്നെയാണ് പോയത്. അപ്പുറത്തെ റോഡ് പണി നടക്കാണ്. അപ്പൊ ഈ റോഡാണ് കുറച്ചുകൂടി സേഫ് ആയിട്ട് തോന്നിയപ്പോൾ നമ്മളിത് ഈ വഴിക്കാണ് പോയത്. അപ്പൊ വീണ്ടും ഹോൺ അടിച്ചിട്ട് വിനീഷേട്ടനെ അവളോട് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ട് അങ്ങനെ ടാറ്റൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അങ്ങനെ ഇതേ വീട്ടിലെത്തി ആദർശേട്ടൻ കാറ് തിരിച്ചിടാൻ വേണ്ടി പോകാനുണ്ട്. അപ്പൊ നമ്മൾ പോർണ വഴിക്ക് ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആദർശേട്ടൻ ഇനി നോൽമ്പ് മുറിക്കണ്ടേ, അപ്പോൾ എന്തായാലും അമ്മ ഇവിടുന്ന് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും കാറിന്ന് എല്ലാ ഐറ്റംസും നമ്മൾ പറക്കി എടുത്തിട്ട് ഇനി നമുക്ക് വീണ്ടും വീടിന്റെ ഉള്ളിലേക്ക് കയറ്റണം കേട്ടോ. ഇനി അതിന്റെ കുറെ പണികളുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും അമ്മ വേഗം എല്ലാം ഷടപടയെന്നായിരുന്നു കേട്ടോ. അമ്മ ആദർശേട്ടന് ചോറ് വെക്കാന്ന് പറഞ്ഞത്, ചോറും ചിക്കൻ കറി ആക്കാന്ന് പറഞ്ഞേ. പിന്നെ എനിക്കൊരു സമാധാനം, ആദർശേട്ടന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പത്തിരിയും ചിക്കൻ കറിയൊക്കെ. അപ്പൊ എന്തായാലും ഞാൻ ചോറ് വേവണ സമയം കൊണ്ട് വേഗം പത്തിരി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞാനിത് വേഗം പത്തിരി ഉണ്ടാക്കാൻ കേട്ടോ. വീട്ടിലേക്ക് കയറിയ പാടി നമ്മൾ രണ്ടുപേരും ഇരുന്നില്ല കേട്ടോ. അമ്മ നേരെ ചോറ് വെക്കാൻ പോയി. ഞാൻ അപ്പോഴേക്കും ചിക്കൻ കറിക്കുള്ള എല്ലാ ഐറ്റംസും സബോളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കി എല്ലാം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വേഗം പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ പത്തിരി അച്ഛൻ ആദർശനം നല്ല ഇഷ്ടം എന്ന് വെച്ചാൽ അത്ര ഫേവറേറ്റ്, നന്നായിട്ട് കഴിക്കും. അപ്പൊ പിന്നെ അത് ഇപ്പൊ അവിടെ പോയി കഴിഞ്ഞു വെച്ചാൽ ആരും ഉണ്ടാക്കി കൊടുക്കാനില്ല. അപ്പൊ എനിക്ക് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ എനിക്ക് തീരെ സമാധാനം ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും അതും കൂടി ആക്കി കൊടുത്തു. അപ്പൊ അത് അച്ഛൻ നന്നായിട്ട് ഇഷ്ടമാണ്. അപ്പൊ നന്നായിട്ട് ഫുഡ് കഴിച്ചോളും. അത് കഴിഞ്ഞിട്ട് അമ്മ ഇത് ചിക്കനൊക്കെ പൊരിച്ചു. ഞാനിത് വേഗം ഓരോന്നായിട്ട് വേഗം പത്തിരി സെറ്റാക്കാൻ. നമ്മുടെ എല്ലാ സംഭവങ്ങളും സെറ്റായിട്ട് മേശയുടെ മുകളിൽ എടുത്ത് വെക്കാണ്. ചോറും ചിക്കൻ കറിയും പത്തിരിയും പിന്നെ പപ്പടം പൊരിച്ചത് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പൊരിച്ചതല്ല, പപ്പടം വറുത്തത് കേട്ടോ. അങ്ങനെ ഇതാ അമ്മ എല്ലാവർക്കും ചോറ് വിളമ്പാണ് കേട്ടോ. അപ്പൊ ആദർശേട്ടന് കുറച്ച് ചോറ് വിളമ്പി. എന്തായാലും ആദർശേട്ടൻ നേരെ എടുക്ക പത്തിരിയാണ്. അപ്പൊ കുറച്ച് ചോറ് മതി, ബാക്കി പത്തിരി കഴിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇരുന്നു കേട്ടോ. അങ്ങനെ ഇതേ ചിക്കൻ കറി എല്ലാവരും വിളമ്പി എടുക്കാണ്. എനിക്കിപ്പോ ചിക്കനോടൊന്നും എനിക്ക് അറിഞ്ഞൂടോ. എനിക്ക് ചിക്കനോടൊന്നും ഇപ്പൊ വലിയ ഒരു ഇതൊന്നും ഇല്ല. എന്താണ് കിട്ടിയ അങ്ങനെ കഴിക്കാൻ, അത് കഴിക്കണം അങ്ങനെ സംഭവമൊന്നുമില്ല. മീൻ പ്രത്യേകിച്ച് മീൻ തീരെ ഇഷ്ടമല്ല ഇപ്പോ. എനിക്ക് അറിഞ്ഞൂടാ. മീനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഫുൾ മീൻ കറി കൂട്ടിയിട്ട് പത്തിരി ചപ്പാത്തി അങ്ങനെ എല്ലാതും മീൻ കറി കൂട്ടി കഴിച്ചായിരുന്നു. അപ്പൊ എനിക്ക് തീരെ പിടിക്കുന്നില്ല, മീൻ അങ്ങോട്ട് സെറ്റ് ആവുന്നേ ഇല്ല കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂട്ടിയിട്ട് ചോറിനാൻ വേണ്ടി ഇരിക്കാനുണ്ടോ. അപ്പൊ കുറെ നേരം അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഭക്ഷണത്തിന് ശേഷം എല്ലാവരും ഭയങ്കര റെസ്റ്റിംഗ് മോഡിലാണ്. എല്ലാവരും ഹാളിൽ ഫാനൊക്കെ ഇട്ട് ഫുൾ കെടുത്തായിരുന്നു. അത് കഴിയുമ്പോഴേക്കും ആദർശേട്ടൻ തിരിച്ചു പോവാറായി. ആദർശേട്ടൻ ഇന്ന് തന്നെ കോഴിക്കോടേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് എല്ലാ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് വീണ്ടും ആദർശേട്ടൻ പോവാനുണ്ടോ. ആദർശേട്ടൻ്റെ അടുത്ത് ഞാൻ മാക്സിമം പറഞ്ഞിട്ടുണ്ടായിരുന്നു പോവണ്ട, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോവാന്ന്. അങ്ങനെ പോവാൻ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മാളുമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വരികയായിരുന്നു. അപ്പൊ ആദർശേട്ടൻ ഇതേ അവളെ വിളിച്ചു. ആദർശേട്ടൻ്റെ അടുത്ത് ഞാൻ കുറേ വട്ടം പറഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദർശേട്ടൻ 2 ദിവസം കഴിഞ്ഞ് പോവാൻ, 2 ദിവസം ഇവിടെ നിൽക്കുന്നു. അപ്പൊ അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ റെഡി ആക്കാണ്ടെന്ന് പറഞ്ഞിട്ട് ആദർശേട്ടൻ അങ്ങനെ പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. ചേട്ടനുണ്ടെങ്കിൽ ഞാനും ഭയങ്കര ആക്റ്റീവും. ചേട്ടൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഉണ്ണി ഭയങ്കര കുത്തിമറിച്ചിലാണ് കേട്ടോ. നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യും ചേട്ടൻ്റെ സംസാരത്തിനും ഒക്കെ. നന്നായിട്ട് ഫീൽ ആവും ചെയ്യും. ചേട്ടൻ്റെയും അതുപോലെ തന്നെ അമ്മയുടെയും സൗണ്ട് കേൾക്കുമ്പോഴാട്ടോ എനിക്ക് കൂടുതൽ മൂവ്മെന്റ്സ് കിട്ടാറ്. അങ്ങനെ ഇതേ മാളു ആടിപ്പാടി കയറി വരുന്നുണ്ട്. കുട്ടി ക്ലാസ് കഴിഞ്ഞ് വന്നതിന്റെ ക്ഷീണത്തിലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവൾക്ക് വീട്ടിൽ പോകണം, നേരം വെളുക്കുന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കാണ്ട്. അപ്പൊ ആദർശേട്ടൻ അച്ഛനെ കിട്ടി അതിനെ കളിയാക്കിയോണ്ടേ നിൽക്കും. അതിനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ട്രോളിയോണ്ട് നിൽക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ആദർശേട്ടൻ അവിടെ നിത്താരയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നിത്താരനെ കണ്ടിട്ട് അങ്ങോട്ട് പോയിട്ടില്ല പറഞ്ഞിട്ട് അങ്ങനെ നിത്താരന്റെ അടുത്ത് പോയിട്ട് അങ്ങനെ ഇതേ ആദർശേട്ടൻ ഇറങ്ങാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. അപ്പൊ ചേട്ടൻ ഓരോ സമയവും ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെ ടൈം ലേഖാക്കിപ്പിച്ചോണ്ട് നിൽക്കുക. അത് പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞിട്ടാ. അപ്പൊ കുറച്ചേരും കൂടി എൻ്റെ ഒപ്പം നിൽക്കട്ടെ വിചാരിച്ചു. അങ്ങനെ പോകാൻ വേണ്ടി ചേട്ടൻ കാറി കയറിയപ്പോൾ ഞാനും വേഗം ഓടി കാറി കയറിയിട്ട് എന്നിട്ട് പറഞ്ഞു എനിക്ക് ജ്യൂസ് വേണം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ആര്യമ്പാടം വഴിയൊക്കെ പോയിട്ട് ഇങ്ങനെ ചേട്ടൻ പൊക്കോളാൻ പറഞ്ഞു. അതുവരെയെങ്കിലും ഇപ്പൊ ചേട്ടൻ്റെ ഒപ്പം നിൽക്കാൻ നല്ലൊരു ഇതിലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആര്യമ്പാടൊക്കെ എത്തിയപ്പോൾ അവിടെ നിന്ന് അവരെന്തോ സോഡ സർബത്തോ ഞാനൊരു ലൈമും വാങ്ങിച്ചു കുടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നിന്ന് തിരിച്ച് എന്നെ വീണ്ടും വീട്ടിലാക്കി തന്ന് ഇവര് പോവാൻ കേട്ടോ. ഇവര് പോകുമ്പോൾ എനിക്ക് അറിഞ്ഞൂടാ, കുറച്ച് ദിവസം കഴിഞ്ഞ് ആദർശമായിട്ട് അങ്ങനെ വരും. എന്നാലും ഈ മൊമെന്റ് ഉണ്ടാവുമല്ലോ, ഈ മൊമെന്റിൽ നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. അതെന്തായാലും നമ്മൾ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. ഇപ്പൊ കുറെ പേര് പറയും പ്രവാസികളുടെ ഭാര്യമാർ അങ്ങനെയാണെന്നൊക്കെ. പക്ഷെ എന്തായാലും എന്റെ വിഷമം ഞാൻ തന്നെ അനുഭവിക്കണം. അപ്പൊ എന്റെ ഫീലിങ്സ് ഞാൻ അങ്ങനെ പറയുന്നത് മാത്രം കേട്ടോ. അങ്ങനെ എന്നോട് റോഡ് ക്രോസ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാൻ പറയാട്ടോ. അപ്പൊ ഞാൻ അച്ഛൻ ആദർശേട്ടൻ പോയിട്ട് അങ്ങോട്ട് കിടക്കാന്ന് വിചാരിച്ച് നിൽക്കുക. അങ്ങനെ ഇതേ ആദർശേട്ടനും പൊന്നൂസും കൂടിയിട്ട് തിരിച്ച് കോഴിക്കോട് പോയിട്ടോ. ഇനിയിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇനിയിപ്പോ ചേട്ടൻ്റെ കല്യാണം ഉണ്ട്, പൂരണ്ട്. ഫുള്ള് ഈ ഡിസംബർ മാസം ലാസ്റ്റ് ആകുമ്പോഴേക്കും ഫുള്ള് തിരക്കാണ് കേട്ടോ നമുക്ക്. അപ്പൊ എന്തായാലും ആ സമയം ആകുമ്പോഴേക്കും ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴേക്കും ചേട്ടൻ ഇങ്ങോട്ട് വരും. 20-ാം തീയതി ആയിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.